എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 64 ശ്ലോകം 16, 17, 18, 19, 20, 21, 22, 23, 24, 25 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ രോന്തിന്റെ ഒരു ജന്മം കിട്ടിയത് എന്നുള്ള ആ ചരിത്രം നൃഗ മഹാരാജാവ് ഭഗവാനോട് പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. കസ്യചിൽ ദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർമമ ഗോധനേ സംപൃക്താ വിദുഷാ സാച മയാ ദത്താ ദ്വിജാതയേ. ഞാനങ്ങനെ അനേകം ദാനങ്ങള് സൽപാത്രം നോക്കിയിട്ട് തന്നെയാണ് ഭഗവാനെ ദാനം ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കണ സമയത്ത് എനിക്ക് സംഭവിച്ച ഒരു സങ്കടം അങ്ങ് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ ഒരു ബ്രാഹ്മണന് നല്ല ഒരു പശുവിനെ ദാനം ചെയ്തു. പക്ഷെ ഞാൻ അറിയാതെ ആ പശു എന്റെ പശുക്കൂട്ടത്തിൽ തന്നെ എന്റെ തൊഴുത്തിൽ തന്നെ വന്നു ചേർന്നു. അത് ഞാൻ അറിഞ്ഞതുമില്ല. ഒരു ദിവസം വേറൊരു ബ്രാഹ്മണന് ഈ പശുവിനെ തന്നെ ദാനം ചെയ്തു. താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോ വാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഹ മൃഗോ മേ ദത്തവാനിധി. രണ്ടുപേരും അവരവരുടെ വാദത്തിൽ ഉറച്ചു നിന്ന് ഇങ്ങനെ വാദിക്കാൻ തുടങ്ങി. അങ്ങല്ലേ എനിക്കിതിന് ദാനം തന്നത് എന്ന് ഇപ്പൊ ദാനം വാങ്ങിച്ച ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പൊ മറ്റേ ബ്രാഹ്മണൻ പറയണേ, എന്റെ പശുവിനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണല്ലേ, പോയതല്ലേ എന്ന് മറ്റേ ബ്രാഹ്മണനും പറയാൻ തുടങ്ങി. ഇതങ്ങോട്ട് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമായി. എന്റെ മനസ്സിന് ഒരു സ്വൈര്യവും ഇല്ലാതെയായി എന്ന് തന്നെയല്ല, എനിക്ക് പരിഭ്രമായി. ഇവര് സൽപാത്രത്തിലാണ് ഞാൻ ദാനം ചെയ്തത് എന്ന് ഞാൻ ഭഗവാനെ അവിടത്തോട് പറഞ്ഞുല്ലോ. പക്ഷെ ഈ രണ്ടുപേര് കേവലം സ്വാർത്ഥ സാധകന്മാരായിരുന്നു. അങ്ങനെ ഒരു നോട്ടക്കുറവ് ദാതാവായ എനിക്ക് പറ്റി എന്ന് നൃഗമഹാരാജാവ് പറയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും സ്വാർത്ഥന്മാരായതുകൊണ്ട് എത്ര മഹാരാജാവ് പറഞ്ഞിട്ടും എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും സമ്മതിച്ചില്ല. അനുനീതാവുഭൗ വിപ്രൗ ധർമ്മകൃച്ഛ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമ്യേഷ പ്രദീയതാം. ഈ പശുവിനെ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അധികം പാല് കറക്കുന്ന അനേകം പശുക്കളെ ഞാൻ തരാം എന്ന് ഞാൻ ഒരു ബ്രാഹ്മണനോട് പറഞ്ഞു. ആ ബ്രാഹ്മണൻ സമ്മതിച്ചില്ല. രണ്ടുപേരോടും പ്രത്യേകം ഞാൻ നല്ല വാക്ക് പറഞ്ഞു. നിങ്ങൾ ഒരാള് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പശുവിന് പകരം അനേകം പശുക്കളെ, ധാരാളം പാല് കറക്കുന്ന അനേകം പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം, വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമ്മതിച്ചില്ല. ഭവന്താവനുഗൃഹീതാം കിങ്കരസ്യാവിജാനത സമുദ്ധരതമാം കൃച്ഛ്രാത് പതന്തം നിരയേശുജൗ. ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ആരുടെ വാദമാണ് യഥാർത്ഥം എന്ന സംഗതി തീർച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കണില്ല. നിങ്ങളുടെ ദാസനായ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കാൻ. അസത്യം, അപഹരണം ഇങ്ങനെയൊക്കെയുള്ള സംഗതി നിമിത്തം നരകത്തിൽ വീഴാൻ പോകുന്ന എന്നെ നിങ്ങൾ രണ്ടുപേരും ഈ സങ്കടത്തിൽ നിന്ന് കയറ്റിവിടണം. ഒരാള് വിട്ടുവീഴ്ച ചെയ്യും എന്ന് ഞാൻ അപേക്ഷിച്ചു നോക്കി. അവര് രണ്ടുപേരും സമ്മതിച്ചില്ല. നാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്ത്വാ സ്വാമ്യപാക്രമത് നാന്യൽ ഗവാമപ്യായുധം ഇച്ഛാമീത്യവരോയയോ. ഹേ രാജൻ, ഇതെന്റെ പശുവാണ്, ഞാൻ ഒരിക്കലും തരില്ല എന്നും പറഞ്ഞ് ആ ഉടമസ്ഥൻ പോയി. എനിക്കേ 1,00,000 പിന്നെ ഒരു 10,000 കൂടി തരുകയാണെന്ന് വെച്ചാൽ എനിക്കതൊന്നും ആവശ്യമില്ല. അത്ര ദുരാശയൊന്നും എനിക്കില്ല.
ഇത് എന്റെ പശുവാ, അങ്ങ് എനിക്ക് ദാനം തന്നതല്ലേ, ഈ പശുവിനെ എനിക്ക് തരാത്ത പക്ഷം എനിക്ക് പശു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പശുവിനെ ഉപേക്ഷിച്ച് ആ ബ്രാഹ്മണൻ പോയി. അങ്ങനെ രാജാവ് പറഞ്ഞിട്ട് ദാനം മേടിച്ചവരാണ് അല്ലെ, എന്നിട്ടും രാജാവിനോട് കൂറ് കാണിക്കാതെ ഇരുന്ന ആ രണ്ടുപേരും മറക്കടമുഷ്ടി വിട്ടില്ല. അതെന്തുകൊണ്ടാ? പാത്രം അറിഞ്ഞു ദാനം ചെയ്യണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. രണ്ടുപേരും, എല്ലാ ബ്രാഹ്മണരും ഒരുപോലെ അല്ല എന്നർത്ഥം, എല്ലാ മനുഷ്യരും അല്ലെ. അങ്ങനെ രാജാവിന് ഈ നരകം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം വന്നു. ഏതസ്മിന്നന്തരേയാമേ ദൂതേർനീതോയമക്ഷയം യമേന പൃഷ്ടസ്തത്രാഹം ദേവദേവ ജഗൽപദേ. മഹാരാജാവ് പറയാണ്, ഹേ ദേവദേവ, ഹേ ലോകനാഥ, ഇതുവരെ യാതൊരു പാപവും ചെയ്യാതിരുന്ന എന്റെ അരികത്ത് വരാൻ സാധിക്കാതെ ഇരുന്ന യമദൂതന്മാര് ഈ തക്കം നോക്കി അടുത്തു വന്ന് എന്നെ യമലോകത്തേക്ക് കൊണ്ടുപോയി. യമന്റെ മുമ്പാകെ നിർത്തി. അപ്പൊ യമൻ എന്നോട് ചോദ്യം ചെയ്തു, പൂർവം ത്വം അശുഭം ഭുങ്ക്ഷേ ഉദാഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വത. ഹേ രാജാവേ, ആദ്യം പാപകർമ്മത്തിന്റെ ഫലമായ അശുഭത്തെയോ അതോ പുണ്യകർമ്മത്തിന്റെ ഫലമായ ശുഭത്തെയോ അനുഭവിക്കാൻ ആഗ്രഹിക്കണത്? അങ്ങ് പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഏതാ ആദ്യം അനുഭവിക്കണത്? ആദ്യം പാപത്തിന്റെ ഫലമാണോ അതോ പുണ്യത്തിന്റെ ഫലമാണോ വേണ്ടത് എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ദാനത്തിന്റെയും അതിൽ നിന്നുണ്ടായിരിക്കുന്ന പുണ്യത്തിന്റെയും ആ വക പുണ്യങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള സ്ഥാനമായി പ്രകാശിക്കുന്ന സ്വർലോകത്തിന്റെയും അവധി ഏതാണെന്ന് ഞാൻ കാണുന്നില്ല. പൂർവം ദേവാശുഭം ഭുഞ്ച ഇതി പ്രാഹപതേതി സ താവദ്രാക്ഷമാത്മാനം കൃകലാസമ്പതൻ പ്രഭോ. ഹേ ദേവ, ആദ്യം ഞാൻ അശുഭഫലം അനുഭവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു അവരോട്. അപ്പൊ തന്നെ എന്നാ അനുഭവിച്ചോളൂ എന്ന് പറയല്ല. യമൻ പറഞ്ഞപ്പോഴേക്കും ഹേ പ്രഭു, ഉടനെ തന്നെ എന്റെ സ്വരൂപം അങ്ങോട്ട് മാറി ഓരോന്നായി ഭവിച്ചിരിക്കുന്നത് കണ്ടു. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ സ്മൃതിർനാദ്യാവിധ്വസ്ത ഭവൽ സന്ദർശനാർത്ഥിന. ഹേ കേശവ, ബ്രാഹ്മണ ഭക്തനും ദാനം ചെയ്യുന്നതിൽ പരമശ്രദ്ധയോടുകൂടിയവനും നിന്തിരുവടിയെ കാണണം എന്നുള്ള ഒരേ അപേക്ഷയോടുകൂടിയവനും അങ്ങയുടെ ദാസനുമായ എന്റെ ജന്മാന്തര സ്മൃതി ഇപ്പോഴും നശിച്ചിട്ടില്ല. ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ പൂർവ്വജന്മത്തിന്റെ സ്മൃതി ആ നൃഗമഹാരാജാവിന് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.